Good evening, Miss. Good evening. Good evening, Miss. Hi, Kakinat. Hi, Godwin. അമ്ന ഫാത്തിമ യൂണിഫോം ഇടുന്ന ഞാൻ കണ്ടു. മക്കളെ, യൂണിഫോം ഒക്കെ തന്നെ ഇടാറായില്ലേ നിങ്ങൾ? എത്ര ദിവസമായി? ഇപ്പോൾ ഒരാഴ്ച ആയില്ലേ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ട്? നിങ്ങൾ ഇടാൻ പഠിച്ചു കാണുമല്ലോ. ചേട്ടന് ബട്ടൺസ് ഇടാനാണോ പ്രയാസം? തന്നെ ഇടാൻ പഠിക്കണം. അതാണ് ഇപ്പോൾ യൂണിഫോം ഇടുന്നതിന്റെ പ്രധാന ഉദ്ദേശം. ഇതാണ്. എന്താണ്? നിങ്ങൾ യൂണിഫോമിന്റെ ഒരു ഷർട്ട് ഇട്ടാൽ അതിന്റെ ബട്ടൺസ് ഒക്കെ തന്നെ ഇടാൻ ഒരു പ്രാക്ടീസ് ആക്കുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം. ഇപ്പൊ അമ്മ ഇല്ലെങ്കിലും നമ്മൾക്ക് നമ്മുടെ യൂണിഫോം തന്നെ ഇടാൻ പറ്റുന്ന കാണിച്ചു കൊടുക്കണ്ടേ? അതാണ് സംഭവം. അല്ലേ ഗോഡ്വിനെ? എന്താടാ നീ കോക്കറി കാണിക്കുന്നത് ഇതിന്റെ മുമ്പിൽ? എന്റെ മുമ്പിലാ നീ ഇരിക്കുന്നത്. അഞ്ചമ്മിപ്പോയേ. ഓക്കെ, എന്തുണ്ട് നസീം? ഡോൺ ബൈറ്റ് യുവർ പെൻസിൽ. ചായ കുടിച്ചോ എല്ലാവരും? 4 മണിയായില്ലേ? all of you take നമുക്കെന്താ ക്ലാസ് കണ്ടിട്ട് കുടിക്കാം. ഓക്കെ, ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. Jaswell, where are you going? മിസ്, അവൻ വരുന്നേ ഉള്ളു മിസ്. അവനെ വിളിച്ചിട്ട് അവന് ഇതിലെ കളിച്ചോണ്ട് നടക്കുക. ആരോണും കേറിയിട്ടില്ല. ഓൺലൈൻ ക്ലാസ്സിലും ജസ്വൽ ഉണ്ടെങ്കിലേ ആരോൺ കേറുള്ളൂ. അങ്ങനെ രണ്ടുപേരും കൂടെ വരുന്നുണ്ട്, കളിക്ക് വരുന്നു. ഞാനിപ്പോ ക്ലാസ് തുടങ്ങിയെന്ന് പറഞ്ഞപ്പോ അതിലെ വരുന്നുണ്ട്. എവിടെ? ആരോൺ ഇല്ലല്ലോ ഇവിടെ. ആരോണും കൂടി ആയിരിക്കും അല്ലേ? രണ്ടുപേരും കൂടെയാ. വേഗം വാ, ഓടി വായോ. അർജുൻ, നീ എന്ത് എഴുതുന്നേ? രാവിലെ എന്തെങ്കിലും എഴുതാൻ പറഞ്ഞിരുന്നോ? ഫൽക്കനാം അല്ലേ? ഗുഡ് മോർണിംഗാ. ഇന്നലെ പോയതായിരിക്കും അല്ലേ? ഇപ്പൊ ഇന്നലെ പോയിട്ട് കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോ അവന് തോന്നി രാവിലെയാന്ന്. ഓക്കെ, എന്താണ് ഫൽക്കനാം? ആം, ലീച്ചി, അങ്കൂർ, കേല, പപീത്ത, സേബ്, ജാമുൻ, ചീക്കു, സന്തര. ഒക്കെ നന്നായിട്ട് വായിച്ചു പഠിക്കുക കേട്ടോ. ആദ്യം കുറേ പ്രാവശ്യം വായിച്ചു നോക്കുക. വായിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ മിസ്സിനോട് ചോദിക്കാം. ഓക്കെ, തെറ്റ് പഠിക്കരുത്, അറിയാത്തത് ചോദിക്കാം. ഗുഡ് ഈവനിങ്. നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഇനി ക്ലാസ്സിലോട്ട് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ കളേഴ്സ് പഠിച്ചില്ലേ? രംഗം കെ നാം പഠിച്ചില്ലേ? രംഗം കെ നാം നമ്മുടെ ഡിറ്റേഷൻ ഇട്ടു. അത് നന്നായിട്ടൊന്ന് പഠിക്കുക. അതേപോലെ തന്നെ ഫൽക്കനാം, ഇത് ഫ്രൂട്ട്സിന്റെ പേര്, പല്ലിന്റെ പേര്. അതായത് എന്തൊക്കെയാണ്? ആം, ലീച്ചി. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നതിന്റെ കാരണം എന്താണ്? ആ വേർഡ്സ് ഒന്നും കൂടെ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ്. ആം, ലീച്ചി, അങ്കൂർ, കേല, പപീത്ത, സേബ്, ജാമുൻ, ചീക്കു, സന്തര. ഓക്കെ, പ്രസന്റ് ഇട്ടോളൂ. അപ്പൊ ഇതാണ് പിന്നെ നമ്മുടെ ക്ലാസ്സിലെടുത്തത്. അപ്പോൾ ആ ഫലിന്റെ പേര്, ഫ്രൂട്ട്സിന്റെ പേര് നന്നായിട്ട് പഠിക്കണം. വായിച്ച് പഠിക്കുക, കുറേ പ്രാവശ്യം വായിക്കുക. അതിനുശേഷം ഒന്ന് എഴുതി നോക്കുക. അടുത്ത ദിവസം വരുമ്പോഴേക്കൊരു ഞാൻ പറയാം, ഒരു 5 ഫൽക്ക ഞാൻ പറഞ്ഞുതരാം. ആം, ലീച്ചി, അങ്കൂർ, കേല, പപീത്ത. ഈ 5 നിങ്ങൾ പെൻസിൽ കൊണ്ട് അവിടെ മാർക്ക് ചെയ്തോ?
ആം, ലീച്ചി, അങ്കൂർ, കേല, പപീത്ത. ഈ വാക്കുകളൊന്ന് പഠിച്ചിട്ട് വരണം. ഓക്കെ, ഈസി അല്ലേ? ആംന്ന് എങ്ങനെ എഴുതുന്നേ ഒന്ന് പറഞ്ഞു തരാം, നോക്കിയോ. ആംന്ന് എങ്ങനെ എഴുതാം? ഹൗ ക്യാൻ റൈറ്റ് ആം? ആ മാ എഴുതി അല്ലേ? ആമാന്നാണ് വായിക്കേണ്ടത്? ആം എന്നാണ് വായിക്കേണ്ടത്. ആക്കി മാത്രം കൊടുക്കണം, അവിടെ ഉണ്ട്. ഓക്കെ, ആക്കി മാത്രാന്ന് അവിടെ പറയേണ്ട ആവശ്യം വരുന്നുണ്ടോ? നമുക്ക് അറിയില്ല, ഓൾറെഡി ആ എങ്ങനെയാ നമുക്ക് അറിയാം അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ലീച്ചി. ഹൗ ക്യാൻ റൈറ്റ് ലീച്ചി? റൈറ്റ് ഫസ്റ്റ് റൈറ്റ് ലാ, ഈക്കി മാത്ര കൊടുത്തു, ചായ എഴുതി ഈക്കി മാത്ര വീണ്ടും കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ ലീച്ചി എന്നാവുന്നത്. ഈസി അല്ലേ? നോക്കിയേ. നെക്സ്റ്റ് നോക്കിയേ, അങ്കൂറിന് എങ്ങനെ എഴുതാം? അങ്കൂർ അന്നെഴുതി എങ്ങനെയാ ഗായത്തി മാത്രം കൊടുക്കണം, എന്നാലേ അങ്കൂന്നാവുള്ളൂ. ഈർന്നുള്ളത് ഏതിനാ അക്ഷരം? ഏതക്ഷരം നമ്മൾ എഴുതുന്ന? ഈറിന് രായാണ് എഴുതുക അല്ലെ? അങ്കൂർ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, കേല. കേല എങ്ങനെ എഴുതാം ഡിയോണ? ആ, കായ എഴുതിയിട്ട് ആ വെരി ഗുഡ്. കായ എഴുതി ഏക്കി മാത്രം കൊടുക്കണം, എങ്കിലേ കേ ആവുള്ളൂ അല്ലേ? ലാ എഴുതി ആക്കി മാത്രം കൊടുത്താലേ ലാ എന്നാവുള്ളൂ. കേല, വെരി ഗുഡ്. നെക്സ്റ്റ് പപീത്ത. പപീത്ത എങ്ങനെ എഴുതാം? പപീത്ത ആ പാ എഴുതുന്നു ഫസ്റ്റ്, പിന്നെ എന്താണ്? പീന്നാ പറഞ്ഞല്ലേ? പിന്നെ എങ്ങനെയാ പീന്ന് എഴുതുക? പാ എഴുതി ഈക്കി മാത്രം കൊടുക്കണം, എന്നാലേ പീന്നാവുള്ളൂ അല്ലേ? പീ. അടുത്ത അക്ഷരം തായാണ് വരുന്നത്, തായ എഴുതുക പപീത്ത. ഓക്കെ, ഓക്കെ. ആദൽ സിറിൽ. ഓക്കെ, കറക്റ്റ് ആണ് മക്കളെ. ആദൽ സിറിൽ. ആദൽ പ്ലീസ് അൺമ്യൂട്ട്. ഇതെന്താ തലയിൽ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നേ? അത് ശരി. എന്നിട്ടോ നല്ല പോലെ ഉണ്ടോ? 3 സ്റ്റിച്ച് ഉണ്ട്. ആ വെരി ഗുഡ്, 3 സ്റ്റിച്ച് ഉണ്ടെന്ന്. എവിടെയാ ഓടി വീണത്? വീട്ടിൽ നിന്ന് തന്നെയാ? ഞാൻ ഫോണിൽ നിന്നെ അന്വേഷിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ കാണാഞ്ഞിട്ട്. രാവിലെയാണോ വീണത്? അല്ല, ഇന്ന് രാവിലത്തെ ക്ലാസ് എന്താ അറ്റൻഡ് ചെയ്യാത്തത്? കിട്ടിയില്ല മക്കളെ. മിസ് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന എന്താണ്? വിളിച്ച് ശല്യപ്പെടുത്താൻ കഴിയില്ല എന്ന്. നിങ്ങൾ ചിലപ്പോൾ പപ്പയും അമ്മയും ജോലിയിലായിരിക്കും അല്ലേ? അപ്പോൾ വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയ ടീച്ചേഴ്സ് മെസ്സേജ് അയക്കുന്നത്. ആദലിൻ്റെ ഫോണിലോട്ട് ഞാൻ 2 പ്രാവശ്യം മെസ്സേജ് അയച്ചു, എനിക്ക് ഒരു റിപ്ലൈയും തന്നിട്ടില്ല. അതെന്താ അങ്ങനെ? അല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ മെസ്സേജ്. ഞാൻ അയച്ച മെസ്സേജ് കാണുന്നുണ്ട്, പക്ഷെ റിപ്ലൈ തരുന്നില്ല. പപ്പയോട് പറയണം, ടീച്ചർ മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ കൊടുക്കാൻ പറയണം കേട്ടോ. ഇപ്പം കുഞ്ഞ് ഏത് ഫോണിലാ കയറിയിരിക്കുന്നേ? ആ ഫോണിൽ നിന്ന് മിസ്സിന് ഒരു ഹായ് അയക്കണം ഇന്ന്. അല്ലേ പിന്നെ പപ്പേനെ വിളിച്ച് ശല്യപ്പെടുത്തണ്ടേ അല്ലേ? അത് മോശമല്ലേ? പപ്പ ജോലിക്ക് പോകുമ്പോൾ മിസ് വിളിച്ചുകൊണ്ടിരിക്കുന്ന മോശമാണ്. അതിപ്പം അമ്മയുടെ ഫോണിലോട്ട് ഇനി മെസ്സേജ് അയക്കുമ്പോൾ അതിന് റിപ്ലൈ തരാൻ പറയണം. എല്ലാവരോടും കൂടിയാ പറയുന്നത്. നമ്മളിങ്ങനെ വെറുതെ മെസ്സേജ് അയക്കുക, അതിനിങ്ങനെ റിപ്ലൈ ഇല്ലാതെ നമ്മളിവിടെ ബുദ്ധിമുട്ടുകയാണ്. നമുക്കിവിടെ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം മക്കളെ. വൈകുന്നേരം വീട്ടിൽ പോകണമെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം പോവാൻ. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഏതൊക്കെ പഠിക്കാൻ പറ്റും? ആം, ലീച്ചി, അങ്കൂർ, കേല, പപീത്ത. ഇപ്പം തന്നെ ബൈഹാർട്ട് ആയി കാണുമല്ലോ അല്ലേ? ഫൽക്കാന നന്നായിട്ട് പഠിച്ചിട്ട് വരിക. എക്സാമിന് ഞാൻ ഈ പഠിക്കാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. അതുകൊണ്ടാണ് അത് പഠിക്കാൻ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്.
Take page number 71. Page number 71. പാട് ആട്ട്. പാട് ആട്ട്. ആട്ട് എന്ന് പറഞ്ഞ എത്രയാ? 8 അല്ലേ? 8. യഹ് ഭി ജാനേ. ഇവിടെ നോക്കിയേ, എന്താണ് ഇവിടെ കാണുന്നത്? നല്ല കളർഫുൾ ആയിട്ടുണ്ട് അല്ലേ? കിൽ ഖിലാനെ ഫൂൽ. എന്താണ്? ബ്ലൂമിങ് ഫ്ലവേഴ്സ് അല്ലേ? ഫ്ലവേഴ്സ് അല്ലെങ്കിൽ എപ്പോഴും നല്ല കണ്ണിന് മനോഹരമാണ് അല്ലേ? എപ്പോഴും ഏത് ഫ്ലവർ കണ്ടാലും. നിങ്ങളിപ്പോൾ ഒരു കാട്ടിലോട്ട് ഇറങ്ങി നോക്കിക്കോ, പറമ്പിലോട്ട് ഇറങ്ങി നോക്കിക്കോ, സെൻഡ് ചെയ്യണം. നോക്കിക്കോ നിങ്ങൾ, ഓരോ ആ കാട്ടിലെ പൂക്കൾക്ക് വരെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ? നിങ്ങൾ നോക്കണം. ഇപ്പൊ റബ്ബർ തോട്ടത്തിലാണെങ്കിലും അല്ലെ വീടിന്റെ മുറ്റത്ത് നമ്മൾ നട്ട ചെടിയല്ലാതെ പുറത്ത് ഇങ്ങനെ കാട്ടിൽ വളരുന്ന ചെടികളിലും ഉണ്ടാവും നല്ല ഭംഗിയുള്ള പൂക്കള് അല്ലേ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, കുറച്ച് ഫ്ലവേഴ്സിന്റെ ഫൂൽക്ക നാമ പഠിക്കാൻ പോകുന്നത്. ഫൂലിന്റെ നാം, പേര്. ഫൂൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫൂൽ, ഫ്ലവർ. ഖിൽ ഖിലാനെ, ഖിൽ ഖിലാത്തെ ഫൂൽ. നോക്കിയോ, ഫസ്റ്റ് വായിക്കാൻ കിട്ടുമല്ലോ നിങ്ങൾക്ക്? നോക്കട്ടെ ഞാൻ. സമച്ചിന് ആ ഫസ്റ്റ് പൂലിന്റെ പേര് വായിക്കാൻ കിട്ടുന്നുണ്ടോ നോക്കട്ടെ. ഞാൻ വായിച്ചു തരുന്നില്ല. അൺമ്യൂട്ട് ആൻസർ. കലം. ആഹാ, അടിപൊളി. കലം എന്നാണോ നോക്കിയേ? അക്ഷരങ്ങൾ കൂട്ടി വായിച്ചു നോക്കിയേ. കലം എന്ന് പറഞ്ഞ പെന്നാണ്, പെൻ. കമൽ. ആ, കമൽ. ഉണ്ടോ? അക്ഷരങ്ങൾ ശ്രദ്ധിക്കാതെ വായിച്ചോണ്ട് അത് കലമായി പോയി അല്ലേ? കമൽ എന്ന് പറഞ്ഞ എന്താണ്? ലോട്ടസ്. നെക്സ്റ്റ് ശ്രീഷ്ണ, നെക്സ്റ്റ് പിക്ചർ എന്താ നോക്കിയേ ശ്രീഷ്ണ? ഗുലാബ്. ആ, എന്താണ്? ഗുലാബ്. 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 വാട്ട് ഈസ് ദ ഇംഗ്ലീഷ് വേർഡ് ഓഫ് ഗുലാബ്? എന്താണ് ഗുലാബ്? റോസ്. വെരി ഗുഡ്. എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ, കൂട്ടി വായിക്കാൻ പഠിച്ചല്ലോ എന്ന്. നെക്സ്റ്റ് പാർവണ, നെക്സ്റ്റ് പിക്ചർ. കമൽ, ഗുലാബ് കഴിഞ്ഞു. നെക്സ്റ്റ് നോക്കിയേ. എന്താണ്? ഗോയാണോ അത്? നോക്കിയേ. ഓക്കി മാത്രം എങ്ങനെയാണ്? താഴെയും മുകളിലും ഓരോ വര വേണം അല്ലേ? താഴെ ഉണ്ടോ നോക്കിയേ? ഇല്ല. ഇല്ല. എന്നപ്പോ എന്താണ് അതിൽ ചിഹ്നം കൂട്ടി വായിച്ചു നോക്കിയേ. അവിടെ ഏക്കി മാത്രയും അംകി മാത്രയും ഉണ്ട്. അങ്ങനെ വായിക്ക. ഗോയല്ല. ഗോന്ന് ഇവിടെ ഇല്ല. നോ, ഗേദ എന്നാണ്. ഗേന്ദ. അവിടെ അംകി മാത്രം വന്നിട്ട് ഒരു അം എന്നുള്ളൊരു പ്രൊനൗൺസിയേഷൻ. ഗേ ആണ്. ഗാ എഴുതി ഏക്കി മാത്രമല്ലേ നോക്കിയേ? ഒരു വരയല്ലേ ഉള്ളൂ മുകളില്. ഗേന്ദ. ഗേന്ദ എന്ന് പറഞ്ഞാല് എന്താണ്? ഗേന്ദ. ഗേന്ദ എന്ന് പറഞ്ഞ മേരി ഗോൾഡ്. നമ്മുടെ ചെണ്ടുമല്ലി ഇല്ലേ, ഗന്ധമുള്ള ഒരു ഭയങ്കര സ്മെല്ലല്ലേ അതിന്, ചെണ്ടുമല്ലിക്ക്. അതാണ് ഗേന്ദ. ഗേന്ദ എന്നാണ് പറയുക കേട്ടോ. നെക്സ്റ്റ് നോക്കട്ടെ വായിക്കാൻ കിട്ടുമോന്ന്. ഏഞ്ചൽ, നെക്സ്റ്റ് പിക്ചർ എന്താ നോക്കിയേ? സൺഫ്ലവറിന് നമ്മൾ എന്താണ് പറയുന്നത് നോക്കിയേ? വായിച്ചു നോക്കിയേ, കിട്ടുന്നുണ്ടോ നോക്കട്ടെ. ഓരോ ലെറ്ററും ചിഹ്നങ്ങളുമായിട്ട് വായിച്ചേ. ഏഞ്ചൽ. സൂര്യ. സൂരജ്. സൂരജ്. ആ, സൂരജ് മുഖി. സൂരജ് മുഖി. വെരി ഗുഡ്. സൺഫ്ലവർ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അംന ഫാത്തിമ. ഹിബിസ്കസ് ഓർ ചൈനീസ് റോസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഹിബിസ്കസ്, നമ്മുടെ ചെമ്പരത്തി. അതിനെന്താണ് നോക്കിയേ? വായിക്കാൻ കിട്ടുന്നു. ആ, ഗുഡ്ഹൽ.
ഡായുടെ അടിയിൽ ഡോട്ട് വന്നാൽ നമ്മൾ രാ എന്നുള്ള ഒരു ഗുരുഹൽ എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഗുരുഹൽ എന്ന് വായിച്ചാൽ മതി. ഗുരുഹൽ ഗുരുഹൽ എന്ന് പറഞ്ഞാൽ ഹിബിസ്കസ്. ഓക്കെ, നെക്സ്റ്റ് അന്ന ഗ്രേസ്. ജാസ്മിൻ. ജാസ്മിൻ എന്താ ഹിന്ദി വേർഡ് നോക്കിയാ ഇവിടെ? ഹിന്ദിയിൽ നമ്മൾ എന്താ ഹിന്ദിക്കന്നാ? വായിക്ക്. പേരൻസ് ഹെൽപ്പ് ചെയ്യരുത്. അക്ഷരങ്ങൾ കൂട്ടി കൂട്ടി വായിച്ച് കേൾക്കുക വേണ്ട എനിക്ക്. ഫസ്റ്റ് ലെറ്റർ എന്താണ് അന്ന? ച. ഏ അങ്ങനെയല്ല പറയേണ്ടത്. ച മേ ചമേലി. അപ്പം എന്താ വായിക്കണ്ടേ? ചമേലി. ചമേലി ജാസ്മിൻ. ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് കുറച്ചൊരു വിഷമം അല്ലേ? ടായുടെ അടിയിൽ ഒരു വരയൊക്കെ കാണുന്നുണ്ട് അല്ലേ? അപ്പൊ ട്യൂലിപ്പ് എന്നാ വായിക്കുക. ടായുടെ അടിയിൽ നമ്മൾ ടാ എഴുതി ചന്ദ്രക്കല ഇടുന്നില്ലേ മലയാളത്തില്? അപ്പൊ എന്താ വായിക്കുന്നേ? ട് എന്നാണ് വായിക്കുക. ടാ എഴുതിയിട്ട് ചന്ദ്രക്കല ഇടുമ്പോൾ അത് മലയാളത്തിൽ ട് എന്നാണ് വായിക്കുക. ഹിന്ദിയിൽ എഴുതുമ്പോൾ നമ്മൾ ടാ എഴുതി അതിന്റെ അടിയിൽ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ട് യു എന്ന് കൊടുത്തിട്ടല്ലേ? ട്യൂലിപ്പ്. ട്യൂലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ ഇംഗ്ലീഷിലും അത് തന്നെയാ പറഞ്ഞത്, ട്യൂലിപ്പ്. അതിന്റെ ഇതെന്താണ്? ഫ്ലവർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ട്യൂലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്ലവർ ആണല്ലേ? ഇനി മലയാളം അറിയോ? ഓക്കെ, സാരമില്ല, കുഴപ്പമില്ല. ട്യൂലിപ്പ് എന്ന് തന്നെ നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് നോക്കിയേ. ആരോമൽ. അബ്ദുൽ ഹാദി പറയുന്നുണ്ടോ? രണ്ടുപേരും പറഞ്ഞോ. ഫസ്റ്റ് ആരോ നോക്കാം? അബ്ദുൽ ഹാദി ആൻഡ് ആരോമൽ. സർഗ ഫസ്റ്റ്. ആർക്ക് വേണമെങ്കിൽ ഫസ്റ്റ് പറയാം. പറഞ്ഞോ, വായിച്ചോ. ഗുൽമോഹർ. വായിക്കാൻ പഠിച്ചു അല്ലേ? ഗുൽ. എങ്ങനെയാ ഗുൽമോഹർ എന്ന് വായിച്ചത്? ഗു ലാ ഉള്ളത് നമുക്ക് വേർഡ് ആവുമ്പോ ഇരുന്നാവും അല്ലേ? ഗുൽ മോ. എങ്ങനെയാ മോയാന്ന് തിരിച്ചറിഞ്ഞത്? മാ എന്ന ലെറ്ററിന് ഓക്കി മാത്രയാണ് അല്ലേ? താഴെ മുകളിൽ ഒരു വരയുണ്ട്. ഗുൽമോഹർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോ പഠിച്ചത് ഫൂലോം ക നാം ആണ്. പൂക്കളുടെ പേരാണ് പഠിച്ചത്. ഫൂലോം ക നാം. അപ്പൊ അതിന്ന് വായിച്ചു പഠിക്കുന്നേ ഉള്ളൂ. ഇന്ന് നിങ്ങൾക്ക് വേറെ ഏതാണ് വർക്ക് ഉണ്ടായിരുന്നത്? മാത്രം എഴുതാനുണ്ടായിരുന്നു അല്ലേ? എന്തോ കഴിഞ്ഞ പാടായിരുന്നു. ഞാന് ഹോംവർക്ക് കഴിഞ്ഞ പാടെ അയച്ചു തന്നായിരുന്നു. വെരി ഗുഡ്. മിസ് നോക്കണത്രേ. മിസ്സിന് ഹോംവർക്ക് നോക്കാനുള്ള ടൈം ഉണ്ടാവില്ല. ഇപ്പൊ നോക്കാം കേട്ടോ, സമയം കിട്ടുമ്പോൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വായിക്കാം. വായിച്ചു തരാം, ഒന്ന് നോക്കുക എല്ലാവരും. ഓൾ ഓഫ് യു ലിസൺ. ടേക്ക് പേജ് നമ്പർ 71. യഹി പി ജാനെ. ഫൂലോം ക നാം ആണ് ഇവിടെ. കമൽ, ഗുലാബ്, ഗേന്ദ, ഗന്ധി എന്ന് പറഞ്ഞ നമ്മൾ ഗന്ധി വെന്തി എന്നൊക്കെ പറയുന്നില്ല അല്ലേ? അത് ഏകദേശം ഒരേ സെയിം. ഗേന്ദ, സൂരജ്മുഖി, ഗുഡ്ഹൽ, ചമേലി, ട്യൂലിപ്പ്, ഗുൽമോഹർ. ഇതാണ് ഫൂലോം ക നാം. ഒന്ന് വായിച്ച് കേൾപ്പിക്കണം എല്ലാവരും തന്നെ. ഫസ്റ്റ് ധ്യാൻ. കമൽ. Read fast. കമൽ. Okay. ഗുലാബ്. ഗുലാബ്. ഗേന്ദ. അമ്മ. എന്തോ ആരാണത്? അമ്മേനെ വിളിക്കണ്ട, മിസ്സാ ഇവിടെ ഉള്ളത്. മിസ്സിനെ വിളിച്ചാ മതി. പറ, എന്താണ് വായിക്കാൻ കിട്ടത്? സൂരജ്മുഖി, ഗുരുഹൽ,
ചമേലി, ചമേലി, ട്യൂലിപ്പ്, ചുരി, ഗുൽമോഹർ. ഗുൽമോഹർ. ഓക്കെ, വെരി ഗുഡ്. അലോൺ ജോസഫ്, നീ ചിരിക്കണ്ട. അലോൺ, കമൽ, എവിടെയാ നോക്കുന്നേ? ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ടാ? വെർ ഈസ് യുവർ ടെക്സ്റ്റ് ബുക്ക്? ബാബു, അമ്മ എവിടെയുണ്ടോ? അമ്മയുടെ ഓ, അവിടെയാണോ ബുക്ക് പിടിച്ചിരിക്കുന്നത്? ഞാൻ നിങ്ങളുടെ ഫോട്ടോ എടുത്തില്ലേ ആദ്യം, അത് സെൻഡ് ചെയ്യാൻ വിട്ടുപോയി. അവിടെ കിടക്കുക. ഇനിയിപ്പോൾ അയച്ചിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ. അലോൺ വായിക്കേ. കമൽ, ആ, ഗേന്ദ, സ്വരാജു, സ്വരാജുവോ? മുഹി, സൂരജ്മുഖി. സൂരജ്മുഖി, Say it properly, Alon. ഗുഡഹൽ, Gudhal, Chameli, Tulip, tulip, Gulmohar. മോഹർ, ഓക്കെ, ശ്രദ്ധിച്ചിരിക്കട്ടെ അലോൺ. സർഗ, കമൽ, ഗുലാബ്, ഗേന്ദ, ഗേന്ദ, സൂരജ്മുഖി, സൂര്യമുഖി, സൂരജ്മുഖി, ഗുഡഹൽ, ചമേലി, ചമേലി, ട്യൂലിപ്പ്, tulip, ഗുൽമോഹർ. ഗുൽമോഹർ. ഓക്കെ, ഓക്കെ, ഗുഡ്. ലക്ഷ്മി, ഗുലാബ്, ഗേന്ദ, ഗേന്ദ, ഗുഡഹൽ, ചമേലി, ട്യൂലിപ്പ്, tulip, ഗുൽമോഹർ. വെരി ഗുഡ്. നെക്സ്റ്റ് ഹസൻ, കമൽ, ഗുലാബ്, ഗേന്ദ, സൂരജ്മുഖി, കടുഹൽ അല്ല മോനെ. കടുഹൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ജാക്ക് ഫ്രൂട്ട് അല്ലേ? കടുഹൽ, ജാക്ക് ഫ്രൂട്ട് പഠിച്ച ഓർമ്മയില്ലേ? ഗുഡ്ഹൽ, ചമേലി, ട്യൂലിപ്പ്, ഗുൽമോഹർ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നെക്സ്റ്റ് ഭവിക. നമ്മുടെ ഭവികയാണ് കേട്ടോ നമ്മുടെ കമ്പ്യൂട്ടറിന് വേണ്ടി ഫസ്റ്റ് സ്പോൺസർഷിപ്പ് ചെയ്തത്. പക്ഷെ അതിൻ്റെ ഐശ്വര്യമുണ്ട്. ഇന്ന് എൻ്റെ അക്കൗണ്ട് നിറഞ്ഞിരിക്കുവാണ്. ഭവിക, ഓക്കെ, എല്ലാവരും ഒന്ന് ഉഷാറാക്കട്ടോ. കമൽ, ഗുലാബ്, ഗോതയല്ല, ഗേന്ദ, 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 സൂരജ്മുഖി, സൂരജ്മുഖി, ഗുഡഹൽ, ചമേലി, ട്യൂലിപ്പ്,
ഗുൽമോഹർ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ശ്രുതലക്ഷ്മി. അവള് റേഞ്ച് പ്രശ്നമാണ്. നെക്സ്റ്റ് ആദിനാഥ്. ഗുലാബി. ഗുലാബ്. 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 ഗേന്ദ. സൂരജ്മുഖി. ഗുഡ്ഹെൽ. ഞാൻ ചമേലി. എവിടെയാണ് നീ നോക്കുന്നത്? ബുക്കിൽ ശ്രദ്ധിക്ക്. ചമേലി. ടൂലിപ്പ്. ഗുൽമോഹർ. ഗുൽമോഹർ. ഓക്കെ, വെരി ഗുഡ്. ദേവപ്രിയ. കമൽ. കമൽ. ഗുൽമോ. കമൽ കഴിഞ്ഞിട്ട് ഗുൽമോഹർ ആണോ? കമൽ, ഗുലാബ്. അക്ഷരങ്ങളും ചിഹ്നങ്ങളും നോക്കി വായിച്ചേ. ഗേന്ദ. സൂരജ് മുഖി. ഗുഡ്ഹൽ. ചമേലി. ട്യൂലിപ്പ്. ഗുൽമോഹർ. ഓക്കെ, വെരി ഗുഡ്. സമജ്ന. കമൽ. ഗുലാബ്. ഗേന്ദ. സൂരജ് മുഖി. ഗുഡ്ഹൽ. ചമേലി. ട്യൂലിപ്പ്. ഗുൽമോഹർ. നെക്സ്റ്റ് ജസ്വൽ. ജസ്വലും ആരോണും ഉണ്ടോ? നിങ്ങൾ ഒന്നിച്ചേ ഉണ്ടാവുള്ളൂ അല്ലേ? ഞാൻ നോക്കുമ്പോ അറ്റൻഡൻസ് ഇത് മൊത്തത്തിൽ കുട്ടികളുടെ നോക്കി ഫസ്റ്റ് അല്ലേ? നമുക്ക് ജസ്വലും ആരോണും ഒരേ അറ്റൻഡൻസ് ആയിരിക്കും അല്ലേ? ആരോ ഒരാൾക്ക് ഈ ജനുവരിയിൽ കുറച്ച് കൂടുതലുണ്ട്. ആർക്കോ 1 or 2. നിങ്ങൾ അതിലും ഒന്നിച്ച് തന്നെയാണ് പോകുന്നത് അല്ലേ? ഒരാൾ വന്നെങ്കിലേ ഒരാൾ വരുള്ളൂ. ഓക്കെ, വായിക്കേ. ജസ്വലും ആരോണും. ആരാണ് ആദ്യം വായിക്കുന്നത്? വായിച്ചോ. രാത്രി കുട്ടിയെ ഇപ്പൊ വരാട്ടോ. കമലയോ? അതാരത്? കമൽ. ഗുലാബ്. സൂരജ്മുഖി. ഗുഡ്ഹൽ. ചമേലി. ട്യൂലിപ്പ്. ഗുൽമോഹർ. ഓക്കെ, ഇതാരാ വായിച്ച? ജസ്വലാണോ വായിച്ചേ? ഇപ്പൊ ആരോൺ എവിടെ? ആരോൺ. ആരോണ് വിഷമാവില്ലേ വായിച്ചില്ലെങ്കില്? കമൽ. ഗുലാബ്. സൂരജ്മുഖി. അത് പഠിച്ചു എല്ലാരും. ഗുഡ്ഹൽ. ചമേലി. ട്യൂലിപ്പ്.
ഗുൽമോഹർ. ഓക്കെ. നെക്സ്റ്റ് നസീം. അവൻ ഉറങ്ങുന്നുണ്ട് അവിടെ, അതുകൊണ്ട് വിളിക്കാം. ഗുലാബി. ഗുലാബി എന്ന് പറഞ്ഞ റോസ് കളറിനാ പറയാ. റോസ് ഫ്ലവറിന് എന്താ പറയാ? ഗുലാബ്. 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 ഇന്ന് വായിക്കുവോ? നമുക്ക് 7 മിനിറ്റേ ഉള്ളൂ. ഗേന്ദ. സൂരജ്മുഖി. ആ. ഗുഡ്ഹൽ. ഗുഡ്ഹൽ. ചമേലി. ചമേലി. ട്യൂലിപ്പ്. ഗുൽമോഹർ. ഓക്കെ. ഗാത്രി. എല്ലാരും കയ്യും കാലും കാണിക്കുന്നുണ്ട്. സമയം കിട്ടുക അറിയില്ല, നോക്കാം. എന്നാലും പെട്ടെന്ന് വായിച്ചോ. കമല. കമല ആരാണ്? കമല ആരാണ്? കമല കമല ലോട്ടസ്. കമല ലോട്ടസ് ഒന്നുമല്ല. കമൽ. കമൽ. കമൽ ലോട്ടസ്. കമൽ. ആ. ഗുലാബ്. ഗുലാബ്. ഓക്കെ. ഗേന്ദ. ഗേന്ദ. സൂരജ്മുഖി. ആ. ഗുഡ്ഹൽ. ചമേലി. ട്യൂലിപ്പ്. 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 ഗുൽമോഹർ. ആ വായിച്ചോ. അഫ്രീൻ പാർവി. ഗുലാബ്. ഗേന്ദ. സൂരജ്മുഖി. ഗുഡ്ഹൽ. ചമേലി. ട്യൂലിപ്പ്. ട്യൂലിപ്പ്. ഗുൽമോഹർ. ഓക്കെ, വെരി ഗുഡ്. കാശിനാഥ്. കമൽ. ഗുലാബ്. ഗേന്ദ. സൂരജ്മുഖി. ഗുഡ്ഹൽ. ചമേലി. ട്യൂലിപ്പ്. ഗുൽമോഹർ. ഗുൽമോഹർ. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരാണ് വായിക്കാനുള്ളത്? നമ്മുടെ ടൈം തീരാൻ പോവാണല്ലോ. വായിച്ചോ ഗൗരി നന്ദ, വായിച്ചോ. ഗേന്ദ. സൂരജ്മുഖി. ചമേലി. ട്യൂലിപ്പ്. ഗുൽമോഹർ. ഓക്കെ, വെരി ഗുഡ്. ആരാണ് ഇപ്പൊ? ഞാനും വായിച്ചിട്ടാ പറഞ്ഞു. ഗോഡ്ബിനോ ആരോമലോ? ആരോമൽ. ആ, നിന്നെ ഞാൻ ലാസ്റ്റേ വിളിക്കുന്നുള്ളൂ. എന്നാലും ആര്? ഗോഡ്ബിനാണോ അബ്ദുള്ളാണോ? ആരാ വിളിച്ച എന്നെ ഇപ്പോ? അപ്പൊ ഞാൻ ഇപ്പൊ ആരാ അതിനു മുമ്പേ വിളിച്ച? ഫസ്റ്റ് വിളിച്ച ആരായിരുന്നു? കാശി അല്ല, കാശി അല്ലല്ലോ, ആരോമലിനല്ലേ വിളിച്ചത്. ആരോമൽ വായിച്ചോ? കുറേ പേരുണ്ട്, വേഗം വായിക്ക്. ശ്രീധലക്ഷ്മി ഉണ്ട്, നെയ്ജൽ, ക്രിസ്റ്റോ ജോൺ. ആ ആ വായിക്കും, വിളിക്കാം. ഗേന്ദ. ഗേന്ദ. സൂരജ്മുഖി. ഗുഡ്ഹൽ. ചമേലി. ട്യൂലിപ്പ്. ഗുൽമോഹർ. ഓക്കെ. നെക്സ്റ്റ് ആരാ പറഞ്ഞ? അബ്ദുൽ ഹാദി.
ഗേന്ദ. മുഖി, സൂരജ്മുഖി. सूरजमुखी. ഗുഡ്ഹെൽ. गुड हेल्थ. ക്ലാസ് ഇപ്പൊ കട്ടാവും, വേഗം വായിച്ചോ. ചമേലി. चमेली. ട്യൂലിപ്പ്. तुलिप. ഗുൽമോഹർ. गुलमोहर. ഓക്കെ. ഓ ഞാനാണ് ഇപ്പൊ ക്ലാസ് കട്ടാവുമല്ലോ. പിന്നെ എന്താണ് ഞാൻ പറയാൻ വന്നത്, മറന്നുപോയല്ലോ. ആ, ഹോംവർക്ക് ബാക്കിയുള്ളവർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം കേട്ടോ, ഓർത്തിരിക്കണേ. ഓക്കെ ലിസൺ. പറഞ്ഞ ഹോംവർക്ക് ചെയ്യുക, അതുപോലെ മാത്രം ചിഹ്നങ്ങൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അത് കഴിഞ്ഞു. ഇന്ന് അം ആ എന്ന ചിഹ്നങ്ങളാണ് പഠിച്ചത്. അതിനുശേഷം ഫൽക്ക നാം വായിച്ചു. അതിലെ ആ 5 ഫലിൻ്റെ പേര് ആം, ലീച്ചി, അങ്കൂർ, കേല, പപ്പീത്ത. അത് നന്നായിട്ടൊന്ന് എഴുതി പഠിച്ചിട്ട് വരിക നെക്സ്റ്റ് ക്ലാസ്സിലേക്ക്. എന്നെ ഒന്ന് ഓർപ്പിക്കണം, നമുക്ക് ഡിറ്റേഷൻ ഇടാതെ കേട്ടോ. പിന്നെ എന്താണ്, തിത്തലി റാണിയുടെ ഒരു കവിത പാടി. അതിലൊന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒന്നും വരാനില്ല കേട്ടോ, അത് വെറുതെ ഒരു ഫണ്ണായിട്ടുള്ളത് ഒരു കവിതയാണ്. അപ്പോൾ ഇന്ന് പഠിച്ചത്, ഇപ്പോൾ പഠിച്ചത് പൂലോംകാനാമാണ് അല്ലേ, പൂക്കളുടെ പേര്. ഓക്കെ. അപ്പോൾ ഇനി വായിക്കാത്തവർ വിഷമിക്കണ്ട, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും അതൊന്ന് വായിക്കണം. വായിക്കാത്തവർ ആ ദിവസങ്ങളിൽ വായിക്കാം. ഓക്കെ. ഓക്കെ, ബൈ ബൈ, സി യു.